നിങ്ങളെല്ലാം രാവിലെ മുതൽ വന്ന് കത്തുനിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു പതിവുള്ള കമ്മിറ്റിയാണ്. ഇന്ന് രാവിലെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേർന്നിട്ട് ഇവിടെ. ഇതിൽ പുതുമയൊന്നുമില്ല, ഇതെല്ലാ ആഴ്ചയിലും കൂടുന്നതാണ്. അങ്ങനെ കൂടുന്ന കമ്മിറ്റിയാണത്. ആ കമ്മിറ്റികൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യും. ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ അക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെക്രട്ടറിയിൽ ചർച്ച ചെയ്യുന്നത് അതൊക്കെ സ്വാഭാവികമല്ലേ. ഇതൊന്നും ഒരേ കാലത്ത് എന്തിനാ പറയണത്? കാര്യമില്ല. എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ഇന്നലെ PK ദിനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഗത്തിൽ അക്കാര്യങ്ങളും ചർച്ചയാകും അല്ലേ? നാച്ചുറൽ. ഉഭയകക്ഷി യോഗം നാളെ നടക്കുകയാണ്. അപ്പോൾ ഉഭയകക്ഷി യോഗമല്ല, LDF കൺവീനർ സഖാവിനെ പോലെ, സുഹൃത്തിനെ പോലെ, നേതാവിനെ പോലെ ഇവിടെ വരുന്നുണ്ട്. ഇത് LDF കൺവീനറാണ്. ഞാൻ CPI സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, തമ്മിൽ കാണണമെന്ന് പറഞ്ഞു. സന്തോഷമാണ് ആ കൂടിക്കാഴ്ച എപ്പോഴും. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, CPIയും CPMും തമ്മിൽ എപ്പോഴും കൂടിക്കാണും, എപ്പോഴും കൂടിക്കാണും. ചർച്ചയല്ല, കൂടിക്കാഴ്ചകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് നേരിട്ട് ഉണ്ടാകാറുണ്ട്, ഫോൺ മുഖേന ഉണ്ടാകാറുണ്ട്. ആ ബന്ധം ഊഷ്മളമായ ബന്ധമാണ്. CPIയും CPMും തമ്മിൽ എല്ലാ കാലത്തും ആ ബന്ധമുണ്ട്. അല്ല, വേഗത ഉള്ളത് ആര് തീരുമാനിക്കും? എന്ത് കാര്യം ഉണ്ടായാലും ശരി, CPIക്കും CPMനും നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കാര്യവും പറയാനുള്ള അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. രണ്ട് വ്യക്തികളല്ല, രണ്ട് പാർട്ടികൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണത്, CPI-CPM ബന്ധം. അത് CPIക്ക് അറിയാം. അഭിയോഗം ഉണ്ടാക്കുന്നവർ തീർക്കട്ടെ. അഭിയോഗം ഉണ്ടാക്കുന്നത് അവരുടെ കാര്യം, അത് CPI കക്ഷിയല്ല. നോക്കാന്നേ, എപ്പോഴും ശുഭപ്രതീക്ഷയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയ വ്യക്തതയുണ്ട്, നിലപാടുണ്ട്, ഇടതുപക്ഷ മൂല്യങ്ങളെപ്പറ്റി തികച്ച കാഴ്ചപ്പാടുണ്ട്. LDFന് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഇടതുപക്ഷ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന വഴിയാണ്. അതേ വഴിയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ലെഫ്റ്റിൻ്റെ ആ മൂല്യങ്ങളുടെ കൂടെയായിരിക്കും എപ്പോഴും CPI. എപ്പോഴും ആ മൂല്യങ്ങൾക്ക് വേണ്ടി CPI LDFനകത്ത് ചിലപ്പോൾ പുറത്തും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഇന്നും നാളെയും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താനും ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും വേണ്ടിയാണെന്ന് എല്ലാവർക്കും ഉറപ്പിക്കാം. ശരി.